ആര്യൻ വിക്ടർ. കൊള്ളാം, എന്തായാലും കൊള്ളാം. ഞാൻ ആലോചിച്ചിട്ടൊന്നും എനിക്കൊരു റീസൺ കിട്ടുന്നില്ല ആരും ഔട്ടാവാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ കുറെ ആലോചിച്ചു, ഒരു റീസൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും താഴെ കമന്റ് ഇടും. അല്ലെ അത്രയും വൃത്തികെട്ട ഗെയിമും ഡേറ്റി ഗെയിമും ഒക്കെ കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാകുമ്പോൾ ആര്യനെ പോലുള്ള ഒരു ഗുഡ് ഗെയിമർ, ഒരു ഗുഡ് എന്റർടൈനർ, ഒരു ഗുഡ് വൈബുള്ള ഒരു മനുഷ്യൻ പുറത്തു പോകാന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എനിക്ക് കേട്ടോ, സത്യം. അപ്പോ ഇവിടെ ഇപ്പൊ നടക്കുന്നത് വേറെ കളിയാണല്ലോ. എയിന്റെ പണിയെന്ന് ഉദ്ദേശിച്ചത് പ്രേക്ഷകർ കിട്ടാന്ന് മനസ്സിലായി. ബിഗ് ബോസിന്റെ ഷോ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് PR ടീമാണോ? അതൊരു ഡൗട്ടില്ല. സോ ആര്യനെ പോലത്തെ ആൾക്കാരെ നമ്മൾ മിസ് ചെയ്യും. എന്തായാലും ആര്യനെ പുറത്തു അടിച്ച എല്ലാ മഹാന്മാർക്കും നന്ദിയുണ്ടേ. ഇനി എന്തായാലും ആര്യ, നീ ടോപ്പ് 5 നമ്മളൊക്കെ മനസ്സിലുണ്ടാ, സത്യോട് നീ മനസ്സിലുണ്ട്. നിന്നെപ്പോലത്തെ ഇത്രയും ഡിസേർവിംഗ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് പോയാൽ ഭയങ്കര നഷ്ടമാണ്. ഈ പ്രേക്ഷകരായ നമുക്ക്, ഈ കാണുന്ന നമുക്ക് ഭയങ്കര നഷ്ടമാണ്. നീ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ മിസ്സിങ് ആണ്. അത് ഈ സമയത്ത്, ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ആകെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളത് നിവിൻ ആൻഡ് അക്ബർ. വേറെ ആരാ ഉള്ള ഇവിടെ? ഗോസിപ്പ് അടിച്ചിറക്കാനും പിന്നെ അലിഗേഷൻ പറയാനും ഡെട്ടി ഗെയിം കളിക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും. നമുക്ക് അതൊന്നും കാണണ്ട. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെങ്കിൽ നിങ്ങൾ 3 പേരുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അക്ബർ, ആര്യൻ, നിവിൻ. ഈ സീസൺ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുകടാ. അല്ലാണ്ട് സദാചാരം, കുത്തിത്തിരിപ്പ്, വിശന്തുപ്പല്, പിന്നെ സ്ത്രീക്കാട് പ്രത്യേകം, ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോകും. നിങ്ങൾ 3 പേരുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, എടാ മോനെ, അത് വേറെ ലെവലാടാ. ആര്യ, മിസ് യുടാ, സത്യം മിസ് യു. ഈ ഒരു 2 വീക്ക് നീ ഇല്ലാതെ ബിഗ് ബോസ് കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര മിസ്സാ. നീ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റക്കാണെങ്കിലും പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മാറ്റില്ലാന്ന്. അത് സത്യമാടാ, സത്യമാണ്. അടിപൊളിയാ ബ്രോ, അടിപൊളിയാ. മിസ് യുടാ, റിയലി മിസ് യു.